ജില്ലയിലെ കായിക പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്നു. കൽപ്പറ്റ മരവയലിലെ MK ജിനചന്ദ്രൻ സ്മാരക സ്റ്റേഡിയം നാളെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നാടിന് സമർപ്പിക്കും. 18.67 കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 4-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ രാഹുൽ ഗാന്ധി MP, MLA-മാരായ T. സിദ്ദിഖ്, OR കേളു, IC ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരിക്കാർ, ജില്ലാ കളക്ടർ A. ഗീത ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഉദ്ഘാടന ദിവസം അന്തർദേശീയ കായിക താരങ്ങളെ ഉൾപ്പെടുത്തി മാനന്തവാടി പഴശ്ശിപ്പാർക്കിൽ നിന്നും ബത്തേരി, വൈത്തിരി എന്നിവിടങ്ങളിൽ നിന്നും മുണ്ടേരി സ്റ്റേഡിയം വരെ ദീപശിഖ പ്രയാണവും നടക്കും. ട്രാക്ക് ഉണരുകയാണ്. നാളെയാണ് കായിക പ്രേമികൾ കാത്തുകാത്തിരുന്ന ദിനം. ജില്ലാ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം. ജില്ലാ സ്റ്റേഡിയത്തിന്റെ വിശേഷങ്ങൾ കാണാം. ദേശീയ നിലവാരത്തിലുള്ള 400 മീറ്റർ മത്സരം സംഘടിപ്പിക്കാൻ പറ്റിയ സിന്തറ്റിക് ട്രാക്കാണ് ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങൾ ഇനി ഇവിടെ നടക്കും. ഇനി മുതലുള്ള ജില്ലാ സ്കൂൾ കായികമേളകളും ഈ ട്രാക്കിലായിരിക്കും നടക്കുക. ഈ വർഷത്തെ കായികമേളയും ഡിസംബറിൽ ഈ ട്രാക്കിൽ നടക്കുന്നതാണ്. സ്വാഭാവിക പ്രതലത്തോടു കൂടിയ ഫുട്ബോൾ സ്റ്റേഡിയം എന്നത് കായിക പ്രേമികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പായിരുന്നു. അതാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 11 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ കഴിയുന്ന സ്റ്റേഡിയമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നാളെ ആദ്യ മത്സരം നടക്കുകയാണ്. യുണൈറ്റഡ് FC-യും കേരള പോലീസും തമ്മിലുള്ള സൗഹൃദ മത്സരമാണ് നാളെ ഈ സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്നത്. ഫുട്ബോൾ മൈതാനം എന്ന് പറയുന്നത് എത്രയോ കാലത്തെ വയനാട് ജില്ലയിൽ എത്രയോ കായിക താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കൽപ്പറ്റയിൽ തന്നെ കോയേനെ പോലത്തെ 2 കാലുകൊണ്ടും നേരത്തെ 20 വർഷങ്ങൾക്ക് മുമ്പേ ഫോർവേഡ് ലൈനിൽ കളിക്കുന്ന ആളായിരുന്നു കോയൊക്കെ. അപ്പോൾ അവരെ പോലത്തെ ഒരു ആളുകൾക്ക് അന്ന് വളരെ ലെജൻഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർക്കൊന്നും ഈ നല്ല മൈതാനം എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇനി വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഗ്രൗണ്ട് ഉണ്ടാകുന്നതിന് മുമ്പുള്ളതും അതിനുശേഷവുമുള്ള 2 ഘട്ടമായിട്ട് വയനാട് ജില്ലയുടെ സ്പോർട്സ് മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ദിവസമായ നാളെ രാവിലെ 3 സ്ഥലങ്ങളിൽ നിന്നുമുള്ള ദീപശിഖ പ്രയാണമാണ് ഇങ്ങോട്ട് നടക്കുക. മാനന്തവാടി പഴശ്ശിപ്പാർക്കിൽ നിന്നുമാണ് ഒരു പ്രയാണം ആരംഭിക്കുന്നത്. മറ്റൊന്ന് ബത്തേരിയിൽ നിന്നും മറ്റൊന്ന് വൈത്തിരിയിൽ നിന്നുമാണ്. ജില്ലയിൽ നിന്നുള്ള ഒളിമ്പ്യന്മാരായ T. ഗോപി, OP ജയ്ഷ, മഞ്ജിമ കുര്യാക്കോസ് എന്നിവരാണ് ദീപശിഖ ഈ സ്റ്റേഡിയത്തിൽ തെളിയിക്കുക. നാളെ വൈകുന്നേരം 4 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. ഒരുപാട് കായിക താരങ്ങൾക്ക് ജന്മം കൊടുത്ത ഭൂമിയാണ് വയനാടെങ്കിലും കൃത്യമായ ഒരു ഗ്രൗണ്ടോ അല്ലെങ്കിൽ അതിന് അനുബന്ധമായുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും ഇതൊരു വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന ഇൻഡോർ ഗെയിമും കൂടെ വന്നു കഴിഞ്ഞാൽ വയനാടൻ കായിക മേഖലയുടെ ഒരു കുതിച്ചുചാട്ടം തന്നെ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും തന്നെ ഇല്ല. 18.67 കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് സൗജന്യമായി സ്റ്റേഡിയത്തിന് ഭൂമി അനുവദിച്ചത്. അതിനുശേഷം വിവിധ സർക്കാരുകൾ സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പല കാരണങ്ങളാൽ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇപ്പോൾ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നത്. MK ജിനചന്ദ്രന്റെ പേരാണ് സ്റ്റേഡിയത്തിന് നൽകിയിരിക്കുന്നത്. നമ്മൾ ഗോപി, ജയ്ഷ, മഞ്ജിമ പോലത്തെ ആളുകളൊക്കെ ഒന്നുമില്ലാത്ത ഒരു ഇതിൽ നിന്നും നമ്മുടെ ഒളിമ്പ്യന്മാരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം നമ്മുടെ സ്വപ്നമല്ല, യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള വരുന്ന കായിക താരങ്ങൾ ഇപ്പം തന്നെ 3 ഒളിമ്പ്യന്മാരാണ് നമ്മുടെ ജില്ലയിൽ നിന്നുള്ളത്. ഇനി ഒരുപാട് ഒളിമ്പ്യന്മാരെ വാർത്തെടുക്കാൻ നമുക്ക് ഈ ഒരു സ്റ്റേഡിയം 25,900 ചതുരശ്ര അടി വലിപ്പമുള്ള VIP പവലിയൻ ഉൾപ്പെടെയാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ആളുകൾക്ക് നിന്നുകൊണ്ടും അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൽ ഇറങ്ങിക്കൊണ്ടും കളി ആസ്വദിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷമുണ്ട് ജില്ലാ സ്റ്റേഡിയത്തിന്. മരവേൽ സ്റ്റേഡിയത്തിൽ നിന്നും മലനാട് വാർത്തകൾക്ക് വേണ്ടി ഇല്ലിയാസ്.